ആ രാജേട്ടാ ഇരിക്ക്. കൺഗ്രാറ്റ്സ്. മലയക്കുന്നേക്കാരുടെ കുതന്ത്രങ്ങൾ അതിജീവിച്ചത് രാജേട്ടനാ. താങ്ക്സ്. എവിടെയാ പോസ്റ്റ്? ഇവിടെ തന്നെയാ. ആനയുടെ അതേ ചായ ആണല്ലോ. ആർക്കയുടെ ചായ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ രാജേട്ടൻ. Okay. എന്റെ ആനിക്ക് ഞാനല്ലാതെ വേറെ ആരാ ഉള്ളത്? മോളെ, എനിക്ക് വേണ്ടി എന്റെ ആനി ചെയ്ത ത്യാഗല്ലേ ഇത്? ഇതെന്റെ മോള് തന്നെയാ. ശ്രീകല ശ്രീകലയപ്പം ഞങ്ങളുടെ കൂടെയാ. 3-4 മാസമായി. ഡേവിച്ചനൊന്നും വിളിച്ചിട്ടില്ല, ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ഡേവിച്ചൻ്റെ സ്വഭാവം വെച്ച് ഒന്ന് ഇൻസൾട്ട് ചെയ്യാനോ ചീത്ത വിളിക്കാനോ വരേണ്ടതല്ലേ? ആ നെഗ്ലിജൻസ് സഹിക്കാൻ പറ്റുന്നില്ല. സ്ത്രീകൾക്ക് എന്തായാലും അപ്പൻ്റെ തീരുമാനങ്ങളെ ശരിയെന്ന് തോന്നുന്നു. ആരെന്തൊക്കെ പറഞ്ഞാലും അവൾ അവിടെ തന്നെ നിൽക്കും. മലയക്കുന്നിപ്പോൾ ആകെ തകർന്ന മട്ട. ആരുണ്ടവിടെ? ആ വലിയ കൊട്ടാരവും സക്കായി മാപ്പിളയും മാത്രം. ആനിയെ കാണാൻ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിരുന്നോ? ആരോടും പറഞ്ഞില്ല. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, ആനിയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ സക്കായി മാപ്പിള ഇവിടെ വന്നിരുന്നു. തത്തമ്മായിയെ അറിയിക്കാമായിരുന്നു. ആർക്കിയുടെ ആനയുടെ മകളെ കാണാൻ തത്തമ്മായിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? മാളവികെ, ഹലോ മോനെ, അമ്മയാ. അമ്മയാ? ഹോസ്പിറ്റൽ എവിടെയാ? എനിക്ക് എനിക്ക് നിന്റെ മോളെ കാണാൻ ധൃതിയായി. ആരും അറിയാതെ ഇറങ്ങിയത്. ഡിസ്ചാർജ് ചെയ്തമ്മേ. ഞങ്ങൾ ഇല്ലത്തേക്ക് പോവാ. അമ്മയ്ക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ? ആ വരാം. നീ ഒന്ന് വഴി പറഞ്ഞാ മതി, ഞാൻ അങ്ങോട്ടെത്താം. ആ ഒരു മിനിറ്റ് മോനെ. ആ പറഞ്ഞോ. ആ അവൻ കണ്ട് കാണും. ഇതൊരു ട്രിപ്പിൽ ഒതുങ്ങുന്ന ലക്ഷണമില്ല.
മുത്തശ്ശി മുത്തശ്ശി ഈശ്വര, that is too much. കൊച്ചിനെയും കൊണ്ടാണ് അതെ, സ്ഥിരതാമസത്തിനാണെന്ന് അർത്ഥം. പാടില്ല, പാടിക്കില്ല. ഏതോ ജന്മത്തിലെ കണക്കും പറഞ്ഞ് പുതിയ രജിസ്ട്രേഷൻ വണ്ടിയുമായി വന്നിരിക്കുകയാണ്. വാഴിക്കില്ല, വാഴിക്കില്ല ഈ അനിയൻകുട്ടി. അങ്ങനെ വേണം. അയ്യോ, കണ്ടില്ലേ, വല്യമ്മേനടുത്ത് ഒരു പോളിസി, മറ്റുള്ളവരടുത്ത് വേറൊരു പോളിസി. കേട്ടതി, പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്ത് ഇവറ്റയൊക്കെ പൊക്കിയെടുത്ത് അകത്തിട്ട് രണ്ട് ചാമ്പിക്കാൻ അറിയാനിട്ടല്ലേ അനിയൻകുട്ടി. ടിക്കറ്റ് ഇല്ലാതെ ഏത് സ്റ്റോപ്പ് വരെ പോകുമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. എന്നും ലീവ് എടുത്ത് വീട്ടിലിരുന്ന അടുക്കളയിൽ മൈലേജ് കാണില്ല. അതുകൊണ്ട് ആദ്യം ജ്വാലി. ആര്യങ്കാവ് മന. അതെ, ആര്യങ്കാവ് മന ഇത് തന്നെയാ. ഏത് റൂട്ടീന്നാ? അല്ല, ഏത് ജന്മത്തിന്റെ കണക്കും പറഞ്ഞാ വന്നിരിക്കുന്നേന്ന്? ഞാൻ ആർക്കയുടെ അമ്മയാ. ആനിയുടെ കുഞ്ഞിനെ ഒന്ന് കാണാൻ വന്നതാ. ആനീരെ കൊച്ചു? അങ്ങനെ ഒരു മുതൽ ഈ ഡിപ്പോയിലില്ലല്ലോ. ഉണ്ടോ ഏട്ടത്തി? ഏയ്, never. വന്ന റൂട്ട് ഏതാ? മഞ്ജുളാകം വഴിയും വരാം, ചായ്ക്കോട്ട് കോണവും വഴിയും വരാം. ഏതിലെയാ വന്നത്? ഏതിലെ ആയാലും അതിലെ തന്നെ മടങ്ങിക്കോ, അല്ലേ ഏട്ടത്തി? എനിക്കെന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടാൽ മാത്രം മതി. ആരാ? ഇതേത് ജന്മം? അല്ല, ഇതാരാ? തത്തമ്മയോ? വാ വാ, കുഞ്ഞിവിടെ ഉണ്ടോ? കേറി വാ. വല്യമ്മേ, ഇതെന്റെ രണ്ടാമത്തെ മകളുടെ ഭർത്താവ് അനിയൻ. KSRTC കണ്ടക്ടറാ. ഇതെന്റെ മൂത്ത മകൾ ഇന്ദുകല. അനിയത്തിയുടെ മക്കളാണെങ്കിലും എന്റെ മക്കള് തന്നെയാ. വല്യമ്മേരെ ഫ്രണ്ട് ആയിരിക്കും. നമസ്കാരം. ഒരു ട്രിപ്പ് മുടങ്ങുന്നതാ നല്ലത്, അല്ലെങ്കിൽ ഓട്ടത്തിൽ മുടങ്ങും, അല്ലേ ഏട്ടത്തി? യാ, ആനി, മോളുടെ മെഡിസിൻ ഒക്കെ എവിടെ ഇരിക്കുന്നത്? അതാ ബാഗ്. മോളെ, അനി, അമ്മ. ദേ ഇതാരാ വന്നിരിക്കുന്നെന്ന് നോക്കിയേ. തത്തമ്മായി, മോളെ, മക്കളെ, ഇതാരത്? വല്യമ്മച്ചിയാടാ. തനിയൊരു അന്തർജനം തന്നെ എന്റെ മോള്. എന്താടാ
അമ്മ ഇങ്ങോട്ട് വന്നത് ആരെങ്കിലും അറിഞ്ഞു? ആരോടും പറഞ്ഞിട്ടില്ല. ആരും അറിയുകയും വേണ്ട. സക്കായി മാപ്പിള കുത്തി കുത്തി ചോദിക്കാറുണ്ട്. പറയില്ല ഈ തത്തമ്മ. തെരഞ്ഞു പിടിച്ച് നശിപ്പിക്കാനാ സക്കായി മാപ്പിളയ്ക്ക്. സമ്മതിക്കില്ല. പൂച്ചമ്മേ, ദാ ഈ ജ്യൂസ് അങ്ങോട്ട് കുടിച്ചാട്ടെ. കുടിക്കേ. ആ അപ്പൊ പൂച്ചമ്മേ. അങ്കിൾ പൂച്ചമ്മയല്ല തത്തമ്മ. ആ തത്തമ്മ. ആ ഇവര് വന്നതേ എല്ലാവർക്കും ഒരു ഭാഗ്യമാ. എനിക്ക് ഇൻക്രിമെന്റ് കിട്ടി. ഇവരിവിടെ തന്നെ വേണം. ആ ദാ കുടിച്ചാട്ടെ കുടിച്ചാട്ടെ പ്ലീസ്. അല്ല ആരാ ഈ സഖായി മാപ്പിള? ആരാണ് മിസ്റ്റർ ആർ കെ തമ്പുരി ഈ സഖായി മാപ്പിള? ആനിയുടെ അപ്പന. ഓ മനസ്സിലായി മനസ്സിലായി. ആള് ഒരു ദ്രോഹിയാണല്ലേ? തത്തമ്മ പറഞ്ഞല്ലോ നിങ്ങൾ ഇവിടെയുള്ള കാര്യം ആരും അറിയരുതെന്ന്. ഇപ്പോഴത്തെ കാലം ഇങ്ങനെയാ. അപ്പൻ മക്കളുടെ ശത്രു, മക്കളോ അച്ഛന്റെ ശത്രു എന്ന് വെച്ചാൽ കലികാലം. ഇവിടെ ഇവർക്ക് വളരെ സുഖമാണ്. എന്നെ പോലെയുള്ള ഒരാൾ പറയാൻ പാടില്ലാത്തതാണ്. ഞാനാണേ ഈ വണ്ടി വലിച്ചുകൊണ്ട് പോകുന്ന ക്രെയിൻ. എത്ര HP വേണമെന്നറിയാമോ? അതുപോലെ ഇവരുടെ കാര്യവും ഞാൻ നോക്കിക്കൊള്ളാം. ഈ അനിയൻകുട്ടി നോക്കിക്കൊള്ളാം. എന്താ എന്താ അനിയൻകുട്ടി പറഞ്ഞത്? ഒന്നുമില്ല വല്യമ്മേ, ഇവരെയൊക്കെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറയുകയായിരുന്നു. തത്തമ്പേ, നമുക്ക് ഈ വീടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടാലോ? ഏട്ടത്തി ഏട്ടത്തി വരൂ തത്തമ്പേ. ഈ അനിയൻകുട്ടിയല്ലേ വിളിക്കുന്നത്? കമോൺ വരൂ. ആ ഏട്ടത്തി ഏട്ടത്തി. ആ വന്നോട്ടെ തത്തമ്മേ. വളരെ നല്ല വീടാ. ഈ ഞാനോ അതിലും നല്ല മനുഷ്യൻ. വളരെ നല്ല മനുഷ്യൻ, നന്മയുള്ളവൻ. അല്ല ഇവരിവിടെയുള്ള കാര്യം സക്കായി മാപ്പിള അറിയാൻ പാടില്ലേ? കേട്ടിടത്തോളം അയാളൊരു കാലന. അറിയരുത്, അറിയാൻ പാടില്ല. അല്ല എവിടെയാ നിങ്ങളുടെ തറവാട്? അല്ല ഒന്നറിഞ്ഞിരിക്കാൻ വേണ്ടിയാ. പറഞ്ഞാട്ടെ പറഞ്ഞാട്ടെ പറഞ്ഞാട്ടെ. അത് പറഞ്ഞാട്ടെ. അത് സക്കായി മാപ്പിള മലേക്കുന്നേൽ DC 23/142. ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയാമെന്നായിരിക്കും. അതൊക്കെ അറിയാം. ആഹാ ഇവിടെ നിൽക്കുകയായിരുന്നു. വാ തത്തമ്മേ, അപ്പുറത്തേക്ക് പോ. ചെല്ലു തത്തമ്മേ, ചെല്ലു ചെല്ലു. ശത്രുവിന്റെ ശത്രു, ശത്രുവിന്റെ ശത്രു മിത്രം. ഈ വണ്ടികളുടെ CC പിടിക്കാൻ പറ്റിയ ഗുണ്ട ഈ സക്കായി മാപ്പിള തന്നെ. സക്കായി മാപ്പിള തന്നെ. കുപ്പുസ്വാമി, ഫിലാഡൽഫിയ, USA. USA. ആ കുപ്പുസ്വാമി, ഫിലാഡൽഫിയ, USA. ഇതെങ്ങനെ സംഭവിച്ചു? കുപ്പുസ്വാമി, ഫിലാഡൽഫിയ, USA. ഞാൻ എഴുതിയത് ഇതല്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ എന്താ എഴുതിയത്? കുപ്പുസ്വാമി, ഫിലാഡൽഫിയ, USA. എന്ത് മറിമായമായി ഇത്? അങ്കിൾ ആരാ? ആരാ? എന്താ എന്താ? ജ്യൂസ് കുപ്പുസ്വാമി, ജ്യൂസ് ഫിലാഡൽഫിയ, USA.
കുപ്പുസ്വാമി കുപ്പുസ്വാമി ഫിലാഡൽഫിയ USA. കുപ്പുസ്വാമി ഫിലാഡൽഫിയ USA. കുപ്പുസ്വാമി ഫിലാഡൽഫിയ USA. കുപ്പുസ്വാമി ഫിലാഡൽഫിയ USA. തുലാമഴ പ്രതീക്ഷിച്ചത്ര പോരാ. എന്തായാലും വള്ളം ഇറക്കണം. അനിയൻ കുഞ്ഞൊന്ന് പോയില്ലേ? ഇല്ല, ജോലിക്ക് പോയില്ല എന്ന് വെച്ച് ചുമ്മാ ഇരിക്കാൻ പറ്റുമോ? മുത്തുസ്വാമിയുടെ അടുത്ത് കോഴിക്കാട്ടത്തിന്റെ കാര്യം പറഞ്ഞോ? പറഞ്ഞു, വൈകിട്ട് എടുക്കാം. കഴിഞ്ഞ തവണത്തേന് വില ഇത്തിരി കൂടുതലാണെന്ന് പറയണം. ആ, മണിയന്റെ അവിടെ പാട്ടയ്ക്ക് 5 രൂപയേ ഉള്ളൂ. നിങ്ങൾ പറമ്പിലേക്ക് നടന്നോ, ഞാനങ്ങ് വന്നോളാം. ശരി. സക്കായി മാപ്പിള മലയക്കുന്നൻ TC 23/142. ഇതെങ്ങനെ? താൻ ആരോടെങ്കിലും ഒന്ന് വഴി വെക്കടോ. ഇവിടെ ആരോട് ചോദിക്കാനാ? ഒരാള് വരുന്നുണ്ട്. ആര്യങ്കാവ് അന്തർജനത്തിന്റെ മുത്തച്ഛന്റെ കൂടെയുള്ളവരായാലും മുതുമുത്തച്ഛന്റെ കൂടെയുള്ളവരായാലും ദയവ് ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത്. ആകെപ്പാടെ 4-5 ഏക്കറേ ഉള്ളൂ. ഒരു വീടുള്ളതോ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞതും. അതുകൂടി താനാരാ? ഞാൻ ആര്യങ്ക. അത് കൊള്ളാം. എന്റെ നാട്ടിൽ എന്റെ വാഴത്തോപ്പി വന്നു നിന്നിട്ട് ഞാൻ ആരാണെന്ന്? നിങ്ങൾ എന്നതായാലും ആര്യങ്കാവിലേതാണല്ലോ. ഞങ്ങൾ അങ്ങോട്ട് തന്നെയാ വന്നത്. ഇതിയാന്റെ പെങ്ങള്, അതായത് എന്റെ ഭാര്യ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതിയാന്റെ പെങ്ങള് ഇവിടെ വന്ന് താമസിക്കുന്ന നമ്പൂരിയുടെ ഭാര്യയുടെ ആരാ നിങ്ങൾ? എന്താ നിങ്ങൾ ഓരോരുത്തരായി വരുന്നതിന്റെ ലക്ഷ്യം? കൊച്ചിനെ കാണാൻ വന്നതാണെന്നാ ആ സ്ത്രീ പറഞ്ഞു. ആരാ? പൂച്ചമ്മയോ? തത്തമ്മ. നിങ്ങൾ കൊച്ചിനെ കാണാൻ വന്നതാണെങ്കിൽ ഇവിടെ നിൽക്കുന്നത് എന്തിനാ? മനസ്സിലായി. നിങ്ങൾ പൂച്ചമ്മയെ ചേസ് ചെയ്ത് വന്നതല്ലേ? ഈ പൂച്ചമ്മ ഒരു ബസ്സിൽ കയറുന്നു, കണ്ടക്ടർ ബെല്ലടിക്കുന്നു, നിങ്ങൾ ചേസ് ചെയ്യുന്നു. അങ്ങനെ ചേസ് ചെയ്ത് നിങ്ങൾ വന്നു. അതല്ലേ അതിന്റെ ശരി? ഇല്ലത്ത് പറയുന്നത് കേട്ടു, ആരും അറിയാതെയാ വന്നതെന്ന്. അത് പോട്ടെ. ഇനി ഞാൻ നിങ്ങളുടെ പേര് പറയാം. സക്കായി മാപ്പിള. അതെ, ഇതല്ലേ നിങ്ങളുടെ വിലാസം? ശരിയാ, താൻ ഏതായാലും വണ്ടി കയറും. വണ്ടി വിട്. അങ്ങോട്ട് കയറിക്കേ. ഇനി നേരെ ആര്യങ്കാവ് ഡിപ്പോ.